ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാ എന്താണ് നേരത്തെ കട തുറന്നു അതന്നെ വീഡിയോ ഒന്ന് എന്തോ കാര്യമായിട്ട് വാങ്ങിട്ട് വരുന്നുണ്ട്. മുന്തിരിയാ എന്താ കേട്ടത്? ഒരുപാടുണ്ടല്ലോ. വെയിലാ അല്ലേ? എന്തൊരു ചൂടാണ് അറിയോ, നല്ല ചൂട്. അപ്പൊ പാലക്കാട് ചൂടാന്ന് എല്ലാവർക്കും അറിയാം. അതെ, ഈ മുന്തിരി എടുത്തൊന്ന് കാണിച്ചു കൊടുക്കും. 1.5 കിലോ 100 പറഞ്ഞിട്ട് ഒരാൾ വിറ്റുകൊണ്ടിരുന്നു. എൻ്റെ ഒരു പാസഞ്ചർ വന്നിട്ട് 1.5 കിലോ വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഞാനും വാങ്ങിച്ചു. അവരിന് വിട്ടിട്ട് റിട്ടേൺ വരുന്നപ്പോൾ ഒരു സംഭവം നടന്നല്ലോ. എല്ലാവർക്കും സംഭവിക്കണല്ലോ, എനിക്കൊരു അത് സംഭവിച്ചു. ഇന്ത്യൻ ബാങ്കില്ലേ, ഇന്ത്യൻ ബാങ്കിന്റെ ഫ്രണ്ടിൽ കുറേ സ്ത്രീകൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൈ കാണിച്ച് തടുത്തു. ഞാൻ അയ്യോ കുറേ പേരുണ്ടല്ലോ പറഞ്ഞിട്ട് ചേച്ചി 3 പേരെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിനെ കൊണ്ട് ഞാൻ പറയും ചെയ്തു. അങ്ങനെ പറഞ്ഞു ചേച്ചി 3 പേരെ പറ്റുള്ളൂ, ഇല്ല നോക്കിട്ട് കൈ കാണിച്ചത് വന്നിട്ട് ബാക്കിൽ പുറകിൽ വരുന്ന കോഴിക്കോട് ബസ്സിൽ എന്നെ പറ്റിച്ചത്. അപ്പോ മുന്തിരിയുടെ കുട്ടികളാണോ? മുന്തിരിയുടെ കുട്ടികളല്ലേ. 1.5 കിലോ 100 പറഞ്ഞപ്പോ അല്ല സാധാരണ നല്ല ചെറിയ മുന്തിരി പറഞ്ഞപ്പോ നല്ല മധുരമുണ്ടാകും വിചാരിച്ചു ഞാൻ. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് പറയും. വെറുതെ ഒന്ന് കഴിച്ചു നോക്ക്, മധുരം ഉണ്ടോ നോക്കാനല്ലേ. മുന്തിരി കഴുകാണ്ട് കഴിച്ചു പറഞ്ഞ വല്ല അസുഖം വന്നല്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല മധുരം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതെന്തിനാ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കണേ? ഏട്ടാ വെളിയില് നല്ല വെയിലാണെങ്കിലും ഉണ്ടല്ലോ, നല്ല കാറ്റ്. അപ്പൊ ഡ്രസ്സൊക്കെ ഇങ്ങനെ പറന്ന് മൊത്തം പൊടിയാവും. അതുകൊണ്ട് ഞാൻ എടുത്ത് പൊടി വെച്ചത്. ശരി, അതൊക്കെ പോട്ടെ. ഇന്നലെ മീൻ കറിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വെച്ച് റെഡിയാക്കി തന്നില്ലേ? ഇന്നെന്താണ് സ്പെഷ്യല്? ഇന്ന് ഒരു സ്പെഷ്യലും ഇല്ല, ഇന്ന് വയ്യ. അതുകൊണ്ട് കറിയൊന്നും ഇല്ലാന്ന്. അതുകൊണ്ടാണല്ലേ നേരത്തെ കട തുറന്നത്. ശരി, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം എനിക്ക് ഞാൻ ഉണ്ടാക്കി കേട്ടോ. എന്താണാവോ? വാ, കാണിച്ചു തരാലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കഴിക്കാൻ വേണ്ടി മേലേക്ക് പോകണം. വെറൈറ്റി സാധനമാണ് ഞാൻ കൊടുക്കാൻ പോകും. എന്നാ ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാൻ പോകണ്ടേ സമയമില്ലേ? എന്ത് ഇങ്ങനെ കാണിക്കുന്നു? അതൊന്നല്ല, കഴിക്കാൻ പോകണം പറയുമ്പോൾ തന്നെ കഴുത്തിൽ കത്തി വയ്ക്കണ പോലെയാണ് ആൾക്ക്. അത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ബസ് സ്റ്റോപ്പല്ല, സാധാരണ ഇവിടെ നിർത്താറില്ല. ഈ ചൂട് കാരണം കൽപ്പാത്തി കൊട്ടേക്കാട് ആ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഈ പരിസരത്ത് തന്നെ നിൽക്കണം. എന്നാ ടാപ്പിൽ വെള്ളം വരില്ലല്ലോ, അറിയില്ല. രാവിലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വെള്ളം അവിടെ കുറവ് പോലെ. അതെ, ഇനി ഒഴിച്ചു കഴിയുമ്പോൾ അറിയില്ല. അപ്പോൾ കഴിക്കാൻ പോകുമ്പോൾ മടി കാണിച്ചതിൻ്റെ കാരണം കാണിച്ചു തരാം. ഇതിന് മൊത്തം എത്ര സ്റ്റെപ്പുണ്ട്? 52 സ്റ്റെപ്പുണ്ട്. ഡെയിലിയും കയറി ഇറങ്ങണത് കൊണ്ട് കയറി ഇറങ്ങുന്നത് കൊണ്ട് മീഡിയം ലെവലിൽ തന്നെ ആകെ തടി. ഇങ്ങനെ ഇത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഇങ്ങനെ കയറുക. അത് കയറി മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് എന്നിട്ട് ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. എവിടെ? അയ്യോ, വഴിയായിട്ട് മേലെ എത്തിച്ചേർന്നിരിക്കണം. ശരിക്കും അതുപോലെ തന്നെ ഉണ്ടല്ലേ. എന്തായാലും 52 സ്റ്റെപ്പ് ഒരു ദിവസം കയറണം പറഞ്ഞ പണിയല്ലേ. വെള്ളം നിൽക്കാറായതുകൊണ്ട് ഇപ്പോൾ ആള് വെള്ളം പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വീട്. വീട് പറഞ്ഞു വെച്ചാൽ നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന തോന്നുന്നു. അമേരിക്കയിൽ
ഓടുകളൊക്കെ കീഴിൽ തന്നെ ഇരിക്കുക. പൊന്നാ നിനക്ക് സ്പെഷ്യൽ വേണ്ടേ? സ്പെഷ്യൽ തരട്ടെ? ആദ്യം വെളിയിൽ പോ. നീ വെളിയിൽ പോയി. നീ വെളിയിൽ പോ. സ്പെഷ്യൽ വേണമെന്ന് വരാം. അപ്പോൾ അവനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അവർക്കുള്ള സ്പെഷ്യലൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇപ്പം സമയം ഒരു 2 മണി കഴിഞ്ഞ് തോന്നുന്നു. പക്ഷേ നല്ല വെള്ളത്തിന് നല്ല തെളിഞ്ഞിട്ട് അതിനകത്ത് കൂടെ മീനുണ്ട്, നിറയെ മീനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല. നേരിട്ട് നോക്കുമ്പോൾ മീൻ കാണണം, തങ്ങനത്തിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നില്ല. ഇതുണ്ടാ മീനുണ്ടാ, വലിയ മീന്. ഇതിൽ കൂടെ സൂം ചെയ്യാൻ പറ്റില്ല. മീൻ കാണുന്നുണ്ടോന്ന് അറിഞ്ഞത് വീഡിയോക്കകത്ത് എവിടെയാണ് മീൻ എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. വെള്ളമില്ലല്ലോ, സൂപ്പറായിട്ടുണ്ടല്ലോ. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചല്ലേ. വെറുതെ എനിക്കൊന്ന് കറി വെക്കണ്ട പറഞ്ഞതല്ലേ. എന്താ എൻ്റെ മുട്ട, ഇത് മുട്ടപ്പൊരിയിൽ, തമിഴ്നാട് സ്റ്റൈല് മുട്ടപ്പൊരിയിൽ പറയും. നിക്ക് കറക്റ്റായി പറയും. ചോറ്, ഇന്നത് മുട്ട വറുത്തത്, ഇത് മുളക് മുട്ട വറുത്തത്, ഇത് മുളക് വറുത്തത്. ഞങ്ങളുടെ മുട്ട വറുത്തത് പറയും. ഈ മുട്ട ചീകിയത് പറയും ഇതിന്. ഇത് മുട്ട പുഴുങ്ങിയത്, ഇത് വന്നിട്ട് പച്ചമുളക്. സാധനത്തിന് പേടിയാവും. പണ്ട് മോരേ കഴിക്കാത്ത ഞാനാണ്. മോരും കഴിക്കില്ല, തൈരും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. ഇവിടെ വന്ന ശേഷം എല്ലാം കഴിക്കാൻ നോക്കും. ചോറിന് കുറച്ച് മോരും കുറച്ച് വെള്ളം വെക്കണം. വെള്ളം ഇടുന്ന ഞാൻ വെള്ളം ഒഴിക്കുന്നു, വേറെ ആരും വെള്ളം ഒഴിക്കുന്ന എനിക്കറിയില്ല. ഇത് കണ്ടതിന് വെച്ചാൽ എൻ്റെ അമ്മ കാണാണെങ്കിൽ അത്ഭുതം പറയും. എന്താണെന്നറിയാം, ഞങ്ങൾ മോര് തൈര് അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ല. വർത്തമാനം പറഞ്ഞിട്ട് കഴിച്ചിട്ട് എങ്ങനെ പറയും? അഭിപ്രായം പറയുന്നേ. ഇത് കാണുമ്പോൾ പേടിയാണ്. അറിയട്ടെ അമ്മോ പേടിയാണ്. സൂപ്പർ. ഒന്നും പറയല്ലേ? ഒന്നും പറയണ്ടേ. ഇന്നലെ ഞാൻ കഴിക്കാൻ വന്നപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കുറേ നേരം പിടിച്ച് വീഡിയോ ചെയ്യണം എന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു നിർത്തി വിശപ്പ് സഹിക്കും. ഇപ്പോൾ ആൾ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതേ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു വെച്ചാൽ ആൾ എന്തായിട്ടാവും. ഇന്നലെ നീ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പൂർണ്ണാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞു വെച്ചാൽ അപ്പം തന്നെ വഴക്കണ്ടായിരുന്നു. ഇതാണ് അല്ലേ? അല്ലേ? അതാണ്. ഈ മോരുണ്ടല്ലോ, ഇത് കാണിക്ക്. ഇത് മിൽമീൻ്റെ കട്ടിമോരാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങളുടെ സിറ്റി മാർക്കറ്റിൽ ഇവിടെ അല്ല എവിടെ കിട്ടും. ഞങ്ങൾ അവിടുന്ന് വാങ്ങിട്ട് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കട്ടിമോര് പറഞ്ഞത്. കട്ടി തൈര് കേട്ടിട്ടുണ്ട്, കട്ടിമോര് കേട്ടിട്ടുണ്ടാ? ആരും ചില പെട്ടെന്ന് കേട്ടിട്ടുണ്ടാവില്ല. അത് മോര് കഴിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നത്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ മോരും ഉച്ചയ്ക്ക് മോരും മുളക് പൊള്ളിച്ചതും മുട്ട വറുത്തതും മുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയും. അയ്യോ
എനിക്ക് വയ്യ. ഒരു പാലക്കാട്ടിലുള്ള ഒരാളുടെ വീഡിയോ കണ്ടു പാവം ഞാൻ ആ സ്റ്റൈലൊന്നല്ല ഇത്. അയ്യോ അങ്ങനെയാണ് വിചാരിച്ച്. സത്യമായിട്ടും അങ്ങനെയൊന്നല്ല. എങ്ങനെയാണ് ഒന്ന് പറയട്ടെ. ആ ശരിയാണില്ലേ? അതേപോലെ തന്നെയല്ലേ അയാൾ എന്ത് പറയും? ഇപ്പൊ നിങ്ങൾ ഈ കഴിക്കുന്നില്ലേ, ഇത് വന്നിട്ട് അയ്യേട്ടൻ പറയണെങ്കി എങ്ങനെ പറയും? അയാട്ടൻ പറയുന്ന സ്റ്റൈലൊക്കെ പറയാൻ അറിയണ്ടല്ല, പറഞ്ഞു വെച്ച അയാളുടെ സ്റ്റൈൽ തന്നെ ആയിപ്പോ. കണ്ട ഇതൊക്കെ അങ്ങനെ ഇപ്പൊ കട്ടിമോര് ഒഴിച്ചിട്ടാ എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഇങ്ങനെ കുഴച്ചിട്ട് ഉപ്പിടണ്ടേ? ഉപ്പൊക്കെ ഇട്ടു. ഉപ്പൊക്കെ ഇട്ട ശേഷം ഇങ്ങനെ കുഴച്ചിട്ട് ഏട്ടൻ കഴിക്കുന്ന സീനാണ് കേട്ടാ. നല്ല രസമാണ് ഏട്ടൻ വീഡിയോ കാണാൻ. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം കുഴച്ചിട്ട് ആദ്യം നമ്മള് അപ്പൊ ആരൊക്കെ മോര് കൂട്ടിയിട്ട് മുട്ട പൊടിച്ചിട്ട് മുളക് പൊടിച്ച് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യണട്ടാ. ലൈക്ക് അയ്യോ കാക്കയ്ക്ക് നമ്മള് ഈ മറ്റേ കാക്കയില്ലേ, കാക്കയ്ക്ക് ചോറ് വെക്കില്ലേ? ഈ ചോറ് വെച്ചാൽ എത്ര വെക്കും? കൊഴുത്ത കിലോ. അതിനേക്കാളും കുറവിലാണ് ഇയാള് ഭക്ഷണം കഴിക്കണത്. അതിന്റെ അടിയിൽ ഇപ്പൊ എത്ര പ്ലേറ്റ് ചോറുണ്ട് ഇപ്പൊ? ഉണ്ടിട്ടോളെ. സാധാരണ അവൾക്ക് ഞാനാണ് ചോറ് വിളമ്പി കൊടുക്കുക. ഏട്ടാ വിളമ്പി പറഞ്ഞ എന്തിനാട്ടാ ഇത്ര വിളമ്പിരിക്കുന്നത് അങ്ങനെ ആ പ്ലേറ്റിനകത്ത് ഞാനല്ലേ ചോറ് ഇട്ടുന്നത്. എന്റെ ലെവലിലേക്ക് ഇട്ട് കൊടുത്തു. ആളിപ്പോ മോരും അല്ലല്ല സത്യം പറയും. ഈ മോരുള്ളത് കൊണ്ട് നീ കഴിച്ചല്ലേ? ഉള്ളത് പറ, വെറുതെ പറയണ്ട. നീ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കഴിച്ചിട്ടില്ല. സംബന്ധം അറിയോ? വീഡിയോ ഇപ്പൊ നമ്മള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണല്ലോ. ഇതിൽ നമ്മള് കൂടുതൽ കഴിച്ചതെന്ന് വെച്ചോ ഇപ്പൊ ഇത്ര കൂടുതൽ കഴിക്കൂ അങ്ങനെ വരും. സത്യം പറ. അതല്ല എന്റെ വീട്ടുകാർക്കും അറിയും, ഏട്ടന്റെ വീട്ടുകാർക്കും അറിയും ഞാൻ എത്ര എങ്ങനെയൊക്കെ കഴിച്ചാലും ഞാൻ മോര് തൈര് പറഞ്ഞു വെച്ചാൽ കഴിക്കാത്ത ആളാണ്. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് മോര് കഴിക്കാൻ തുടങ്ങി. സാധാരണ നമ്മൾ ഈ മോരിന്റെ കൂടെ ചോറ് കഴിക്കുമ്പോ എന്തായാലും കുറച്ച് കൂടുതൽ ഞാൻ കഴിക്കും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ മോരിന്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കുമോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ആയിക്കോട്ടെ. ചിക്കനിലോ മീനിലോ അല്ല കാര്യം, വെള്ളച്ചോറ് മോര് അതിലാണ് കാര്യം. നമ്മളെ ആളല്ലേ വേ നമ്മുടെ പാലക്കാട്ടുകാരുടെ ആള്. അതിന് നമുക്ക് അഭിമാനമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കൈ കൊണ്ട് പിടിച്ചാൽ പോകും. അത് സന്തോഷല്ലേ? കുടു ഇന്നലെ കുടു ഇഷ്ടമത്ര കുടുവിനെ. അപ്പൊ ഇന്ന് രാവിലെ അഹല്യ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ തടഞ്ഞു പിടിച്ചിട്ട് പക്ഷെ ഇതുവരെ പിടിച്ചാ അപ്പൊ പോവാ, എല്ലാം പോവും. എന്താ ഈ നല്ല ചന്തമില്ലേ? നല്ല ചന്തമുണ്ട്.